Sparse matrix. It is a two-dimensional array where majority of the elements are 0. അതായത് സ്പാർസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ടു ഡയമെൻഷണൽ അറേ ആണ്. അതൊരു മെട്രിക്സ് ആണ്. അതിൽ സീറോ എലമെൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും കമ്പയർഡ് ടു നോൺ സീറോ എലമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മെട്രിക്സ് സ്റ്റോർ ചെയ്യുന്ന പോലെ സ്പാർസ് മെട്രിക്സ് സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് സ്പേസ് എഫിഷ്യൻറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് എലമെൻറ്റ്സ് അതിൽ 0 ആണ്. അപ്പോൾ അത്രയും സീറോസ് നമ്മൾ വെറുതെ സ്റ്റോർ ചെയ്യണം. അപ്പം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സ്പേസ് എഫിഷ്യൻസി വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോർ ഓൺലി ദി നോൺ സീറോ എലമെൻറ്റ്സ്. അതായത് സ്പാർസ് മെട്രിക്സ് ആണ്, അതിൽ നോൺ സീറോ എലമെൻറ്റ്സ് മാത്രം സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എലമെൻറ്റ്സ് എല്ലാം 0 ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് ആവശ്യം വരിക നോൺ സീറോ എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ നോൺ സീറോ എലമെൻറ്റ്സ് മാത്രം സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ സ്റ്റോർ ചെയ്താലും പിന്നെ നമുക്ക് സ്പാർസ് മെട്രിക്സ് ആയിട്ട് തന്നെ അത് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ സീറോ എലമെൻറ്റ്സ് വരുന്ന പൊസിഷനിൽ അത് ഡിസ്പ്ലേ ചെയ്യാം, ബാക്കിയിടത്തെല്ലാം 0 എന്ന് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ വെറുതെ ആ 0 സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ നോൺ സീറോ എലമെൻറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യേണ്ടത് അത് മാത്രമായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷൻ. ആ ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്പാർസ് മെട്രിക്സിന് ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു സ്പാർസ് മെട്രിക്സ് ആണ്. ഇവിടെ നോക്കുക 3 rows and 4 columns ഉള്ളൊരു മെട്രിക്സ് ആണ്. പക്ഷേ അതിനകത്ത് ഇത്രയും നോൺ സീറോ വാല്യൂസ് മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം 0 ആണ്. അപ്പം മൊത്തം 12 എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ 4 എലമെൻറ്റ്സ് മാത്രമാണ് നോൺ സീറോ വരുന്നത്, ബാക്കി 8 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇങ്ങനൊരു മെട്രിക്സ് സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ഈ സീറോസ് സ്റ്റോർ ചെയ്യാണ്ട് ഈ 4 എലമെൻറ്റ്സിനെ മാത്രം സ്റ്റോർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷനിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു മെട്രിക്സ് എടുക്കുകയാണ്. ആ മെട്രിക്സിന് 3 കോളംസേ ഉണ്ടാവുള്ളൂ. നമ്മുടെ സ്പാർസ് മെട്രിക്സിനകത്ത് എത്ര കോളമോ റോയോ ഉണ്ടെങ്കിലും ഇതിനകത്ത് 3 കോളംസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 3 കോളംസും ഈ സ്പാർസ് മെട്രിക്സിലെ നോൺ സീറോ എലമെൻസിൻ്റെ റോ നമ്പറും കോളം നമ്പറും വാല്യൂയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ 3 കോളംസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ റോസ് കോളംസ് വാല്യൂസ് എഴുതിയിട്ടില്ലേ. ഇതിലെ ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷനിലെ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പാർസ് മെട്രിക്സിലെ ഒരു എലമെൻറ്റിൻ്റെ റോ നമ്പർ, അതിൻ്റെ കോളം നമ്പർ, ആ എലമെൻറ്റ് എന്താണ്, ആ രീതിയിലായിരിക്കും ഈ ഒരു മെട്രിക്സിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യാം. ഇതിൽ നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്, എത്ര നോൺ സീറോ എലമെൻറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ടുണ്ടാവും നമ്മുടെ ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷനകത്തെ നമ്പർ ഓഫ് റോസ് വരിക. അപ്പോൾ നമുക്ക് ഈ സ്പാർസ് മെട്രിക്സിനെ ഇതിനകത്തേക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ സ്പാർസ് മെട്രിക്സിലെ ഈ ഫസ്റ്റ് റോ, ഇപ്പോൾ 3 കോളം എന്തിനാന്ന് പറഞ്ഞു, ഇതിനകത്ത് നമ്മൾ ഓരോ നോൺ സീറോ എലമെൻറ്റും ഈ വാല്യൂ എന്ന് പറഞ്ഞ കോളത്തിൽ സ്റ്റോർ ചെയ്യും. അതിൻ്റെ ആ സ്പാർസ് മെട്രിക്സിലെ ആ നോൺ സീറോ എലമെൻറ്റിന് റോ എന്താണ് കോളം എന്താണെന്നുള്ളതായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് റോ ആൻഡ് കോളത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷൻ്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഇൻ സ്പാർസ് മെട്രിക്സ്, ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂസ് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷൻ്റെ ഫസ്റ്റ് റോ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള റോസിലായിരിക്കും നമ്മൾ ഈ നോൺ സീറോ വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ഇത് ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷൻ്റെ റോ നമ്പേഴ്സ് ഞാൻ മാർക്ക് ചെയ്തതാണ്. ഇനി ഇതിൽ ഓരോ വാല്യൂ ആയിട്ടെടുത്ത് നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ഇതിൽ ഫസ്റ്റ് വാല്യൂ 1. ഈ 1നെ ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷനിൽ എഴുതുമ്പോൾ വാല്യൂ എന്ന് പറഞ്ഞ കോളത്തിലാണ് നമ്മൾ 1 എഴുതുക. വെച്ചാൽ 1 എന്ന് പറഞ്ഞതാണ് നമ്മുടെ നോൺ സീറോ വാല്യൂ. ഈ റോ ആൻഡ് കോളത്തിൽ എന്താ എഴുതുന്നത് വെച്ചാൽ ഈ 1 നമ്മുടെ സ്പാർസ് മെട്രിക്സിൽ ഏത് റോയിലാണ് ഏത് കോളത്തിലാണെന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ 1 എന്ന് പറയുന്നത് 0th റോ ആണ്, ഫസ്റ്റ് കോളമാണ്. ഇനി അടുത്ത വാല്യൂ 4, അത് ഫസ്റ്റ് റോ ആണ്, സെക്കൻഡ് കോളമാണ്, റോ 1 കോളം 2. ഇനി 5 ഫസ്റ്റ് റോ, തേർഡ് കോളം, then 3 സെക്കൻഡ് റോ, സെക്കൻഡ് കോളം. ഇങ്ങനെയാണ് നമ്മളൊരു ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷൻ പറയാൻ. അപ്പോൾ ഇനി നമുക്കതിനെ ഒരു പ്രോഗ്രാമായിട്ട് എഴുതി നോക്കാം. ഈ പ്രോഗ്രാമിൻ്റെ കുറച്ച് പോർഷനോട് എഴുതി വെച്ചതാണ്. പ്രോഗ്രാമിനകത്ത് നമ്മൾ ചെയ്യണത് ഒരു സ്പാർസ് മെട്രിക്സ് റീഡ് ചെയ്യും. ഒരു മെട്രിക്സ് ആയിട്ട് തന്നെ 0 എലമെൻറ്റ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ സ്പാർസ് മെട്രിക്സ് റീഡ് ചെയ്യും. എന്നിട്ട് അതിനെ ഈ ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷനായിട്ട് ഒന്ന് സ്റ്റോർ ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ ട്രിപ്ലെറ്റിനകത്ത് തിരിച്ചെടുത്തിട്ട് പ്രിൻറ്റ് ചെയ്യണമെന്നൊന്നും ഇതിനകത്ത് ചെയ്യണില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ട്രിപ്ലെറ്റ് ആയിട്ട് റീഡ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്പാർസ് മെട്രിക്സ് പ്രിൻറ്റ് ചെയ്യുന്ന രീതിയിലും ഒക്കെ ആ റെപ്രസെൻറ്റേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം എഴുതാം. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒരു അറേ റീഡ് ചെയ്യണം. ആ അറേനെ ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷനായിട്ട് വേറൊരു മെട്രിക്സിനകത്ത് സ്റ്റോർ ചെയ്യണം. അത്രയാണ് ഈ പ്രോഗ്രാമിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ വേരിയബിൾസ് നോക്കുക. അതിന് മുന്നേ ഞാനിവിടെ മാക്സ് 10 എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്പിൾ കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറേയുടെ അകത്ത് എൻ്റർ ചെയ്യാൻ പോകണ സ്പാർസ് മെട്രിക്സിനകത്ത് എൻ്റർ ചെയ്യാൻ പോകണ നോൺ സീറോ വാല്യൂസിൻ്റെ എണ്ണം, അത് അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂസ് എന്നാണ് ഞാൻ മാക്സിമം ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ 10 നമ്പേഴ്സാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്, ഇവിടെ 10 കൊടുക്കുക. 20 നോൺ സീറോ എലമെൻറ്റ്സ് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 20 എന്ന് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കിവിടെ മാറ്റി കൊടുക്കാം പ്രോഗ്രാമിൽ. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ വരുന്ന വേരിയബിൾസ് നോക്കാം. എ എന്ന് പറഞ്ഞ അറയാണ്, 2 ഡയമെൻഷണൽ അറയാണ്. സ്പാർസ് മെട്രിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് 5 ആണ് സൈസ് കൊടുത്ത്. 25 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം. അതിൽ 10 നമ്പേഴ്സ് നോൺ സീറോ എന്നുള്ള അസംഷനിലാണ് പ്രോഗ്രാം എഴുതിയിട്ടുള്ളത്. ഇനി ബി എന്ന് പറഞ്ഞ മെട്രിക്സ്, ഇതാണ് നമ്മുടെ ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബിയുടെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 3 ആയിരിക്കും. എയിലെ എലമെൻറ്റ്സ് എത്രയായാലും ബിയുടെ നമ്പർ ഓഫ് കോളംസ് 3 ആണ്. ഇനി അതിലെ നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സിമം നോൺ സീറോ വാല്യൂസ് എത്രയാണോ അത്രയും എൻട്രീസ് ആയിരിക്കും ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷനിൽ ഉണ്ടാവുക. അപ്പോൾ അതാണ് മാക്സ്. പിന്നെ നമുക്ക് ഒരു അഡീഷണൽ റോ ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് റോസ് കോളംസ് ആൻഡ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോ 0 എടുത്തത്. അപ്പോൾ ബിയുടെ നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സ് +1 ആയിരിക്കും. ദെൻ ബാക്കി വേരിയബിൾസ് ഐ ജെ ഒക്കെ നമ്മുടെ എ റീഡ് ചെയ്യാനും അതിൻ്റെ നോൺ സീറോ വാല്യൂ ആണോ ചെക്ക് ചെയ്യാനും ഇതിനൊക്കെ നമ്മൾ ഐ ജെ ആണ് എടുത്തിട്ടുള്ളത്. കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി എന്ന് പറഞ്ഞ അറയുടെ റോ ഇൻഡെക്സ് ആയിട്ട് എടുത്തൊരു വേരിയബിളാണ്. ആർ സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് മെട്രിക്സ് എ. അപ്പോൾ ആദ്യം തന്നെ ആർ സി റീഡ് ചെയ്തു, മെട്രിക്സ് എയും റീഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിതിന് ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷൻ്റെ ഫസ്റ്റ് റോയിൽ എന്തൊക്കെയാണ് വേണ്ടത്? നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളംസ് ആൻഡ് നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂസ്. നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂസ് നമ്മളിപ്പോൾ ഇവിടെ ഒന്നുകിൽ നമുക്ക് ഇത് റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോവാം എത്ര നോൺ സീറോ വാല്യൂസ് ഉണ്ടെന്ന്. ഞാനിപ്പോൾ ഇവിടെ കൗണ്ട് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് റീഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ മൊമെൻറ്റിൽ എനിക്ക് അതിൻ്റെ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് രണ്ടും ഞാൻ ബി എന്ന് പറഞ്ഞ മെട്രിക്സിലേക്ക് വെച്ചു. ബി ഓഫ് 0 നമ്പർ ഓഫ് റോയും 01 നമ്പർ ഓഫ് കോളംസുമാണ്. ഇനി നമുക്ക് ബി ഓഫ് 02 എന്ത് വയ്ക്കണം? ടോട്ടൽ നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂസ് വയ്ക്കണം. അത് ഈ മെട്രിക്സിൻ്റെ മൊത്തം എലമെൻറ്റ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മളത് കൗണ്ട് ചെയ്ത് എടുക്കും. അപ്പോൾ ഇനി ബാക്കി ഫസ്റ്റ് റോ, അതായത് റോ നമ്പർ 1 മുതൽ നമ്മൾ ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ k = 1 എന്ന് ഞാനിവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. k എന്ന് പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബി എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ റോ ഇൻഡെക്സ് ആയിട്ടാണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞ മെട്രിക്സിൽ 0 എന്ന് പറഞ്ഞ റോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ആർ സിയും ടോട്ടൽ നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂസും വെക്കാൻ വേണ്ടിയിട്ടാണ്. റോ 1 മുതലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ? നമ്മുടെ നോൺ സീറോ വാല്യൂസ് സ്റ്റോർ ചെയ്ത് തുടങ്ങുള്ളൂ. അതുകൊണ്ടാണ് k = 1 എന്ന് ഇനീഷ്യലൈസ് ചെയ്തത്. ഇനി നമുക്ക് ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ എ എന്ന് പറഞ്ഞ അറയിൽ ഓരോ എലമെൻറ്റും നോക്കുക, നോൺ സീറോ ആണെങ്കിൽ അതിനെ ബിയിലേക്ക് വയ്ക്കണം. അപ്പോൾ എനെ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൂപ്പ് എഴുതാണ്. ഇനി ജെ എന്ന് പറഞ്ഞ ലൂപ്പിനകത്ത് നോക്കുക, ഓരോ എ ഓഫ് ഐ ജെ എടുക്കുക. എ ഓഫ് ഐ ജെ 0 ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇഫ് എ ഓഫ് ഐ ജെ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്കതിനെ ബിയിലേക്ക് വെച്ചാൽ മതി. ഇപ്പോൾ എ ഓഫ് ഐ ജെ നോട്ട് ഈക്വൽ ടു 0 ആണോ നോക്കുക. ആണെങ്കിൽ ബി എന്ന് പറഞ്ഞ മെട്രിക്സിൽ അത് വെക്കണം. ബിയുടെ എങ്ങോട്ട് വെക്കണം? ഇപ്പോൾ നമ്മൾ ആദ്യത്തെ എലമെൻറ്റ് എടുക്കുമ്പോൾ ബിയുടെ ഫസ്റ്റ് റോയിൽ റോ നമ്പർ 1ലേക്കാണ് വെക്കേണ്ടത്. അപ്പോൾ ബി ഓഫ് k 0യിൽ, അതായത് k എന്ന് പറഞ്ഞ റോയിൽ, ഇതിപ്പോൾ k എന്ന് പറഞ്ഞ 1 ആണ്. k എന്ന് പറഞ്ഞ റോയിൽ 0 എന്ന് പറഞ്ഞ കോളത്തിൽ റോയുടെ നമ്പർ, k എന്ന് പറഞ്ഞ റോയിൽ 1 എന്ന് പറഞ്ഞ കോളത്തിൽ കോളം നമ്പർ, 2 എന്ന് പറഞ്ഞ കോളത്തിൽ നമ്മുടെ വാല്യൂ. അപ്പോൾ നമ്മളൊരു എ ഓഫ് ഐ ജെ എടുക്കുമ്പോൾ ഇവിടെ ഐ ആണ് വരിക, ബിക്കോസ് ഐ ആണ് നമ്മുടെ റോ നമ്പർ. ഇവിടെ ജെ ആണ് വരിക, ജെ ആണ് നമ്മുടെ കോളം നമ്പർ. ഇവിടെ എന്താ വരിക? ആ വാല്യൂ ആണ് വരിക. വാല്യൂ എന്ന് പറഞ്ഞാൽ എ ഓഫ് ഐ ജെ ആണ്. അപ്പോൾ അതാണ് നമ്മൾ പ്രോഗ്രാമിൽ എഴുതുന്നത്. അപ്പോൾ ബി ഓഫ് k 0യിൽ നമുക്ക് വെക്കേണ്ടത് ഐ ആണ്. ബി ഓഫ് k 1ൽ വെക്കേണ്ടത് ജെ ആണ്. ദെൻ ബി ഓഫ് k 2ൽ വെക്കേണ്ടത് ആ വാല്യൂ തന്നെയാണ്.
വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എ ഓഫ് ഐ ജെ ആണ് ഇപ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ എ ഓഫ് ഐ ജെ വെക്കും. അപ്പോൾ ഇത്രയും വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ കെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് വെക്കാം. ഇനി അടുത്ത നോൺ സീറോ വാല്യൂ വരുമ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ കെ ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് അകത്തേക്ക് കയറാം. ഇവിടെയാണ് എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ കെ ഇസ് ഈക്വൽ ടു 0 കൊടുത്താൽ മതി. ഇവിടെ കെ ഈക്വൽ ടു 1 കൊടുത്തുകൊണ്ട് ഒരു റോ വെച്ചു. ഒരു റോ ബിയുടെ അകത്ത് നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു വാല്യൂ എടുത്തു, അത് കഴിഞ്ഞ് ഇനി ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുക, ഓരോ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യും. എവിടെയെങ്കിലും നമുക്ക് നോൺ സീറോ കിട്ടുകയാണെങ്കിൽ അതിനെ ബിയിലേക്ക് വയ്ക്കും. ഇനി ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരിക എപ്പോഴാണ്? ഐ ഇസ് ഈക്വൽ ടു 6 ആവണ വരെ ഇത് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ എല്ലാ നോൺ സീറോ വാല്യൂസും ബി എന്ന് പറഞ്ഞ മാട്രിക്സിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ കെയുടെ വാല്യൂ എന്തായിരിക്കും? ഇപ്പോൾ ബിയിൽ നമ്മൾ 4 വാല്യൂസാണ് വെച്ചതെന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ 5 ആയിട്ടായിരിക്കും വരിക. അതായത് കെ ഈക്വൽ ടു 1 ആകുമ്പോൾ ഫസ്റ്റ് വാല്യൂ വെച്ചു, 2 സെക്കൻഡ് വാല്യൂ, അങ്ങനെ 4 ആകുമ്പോൾ 4th വാല്യൂ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. പിന്നെ 5th വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നില്ല. അപ്പോൾ കെ 5 ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? കെ ഇസ് ഈക്വൽ ടു 5 ആണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് വെക്കേണ്ടത് ബി ഓഫ് 03യിലാണ്. ബി ഓഫ് 03യിൽ എന്ത് വെക്കണം? കെ അല്ല വെക്കേണ്ടത്, കെ -1 ആണ് വെക്കേണ്ടത്. അപ്പോൾ ബിയുടെ 0th റോ നമ്മൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തു. ബാക്കിയുള്ള റോസ് ഇവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇത് നിങ്ങൾ ഇവിടെ തന്നെ കൊടുക്കണമെന്നില്ല. ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇത് 3ഉം കൂടെ ഒരുമിച്ച് എഴുതിയാലും മതി. ഇത് ആദ്യമേ അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ആദ്യമേ അവിടെ എഴുതി വെച്ചേ ഉള്ളൂ. അപ്പോൾ ബി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ ബി ഒന്ന് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുകയാണ്, ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷൻ. ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷൻ ഒരു ഹെഡിങ് കൊടുത്തു. ഇനി ഇത് സാധാരണ ഒരു മെട്രിക്സ് പ്രിൻ്റ് ചെയ്യണ പോലെ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ 2 ലൂപ്പ് കൊടുക്കും, ഐ ലൂപ്പും ജെ ലൂപ്പും കൊടുത്തിട്ട് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 മുതൽ 3 വരെ, 0 മുതൽ 2 വരെ പോകുള്ളൂ. നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരു ലൂപ്പേ കൊടുക്കണുള്ളൂ. നിങ്ങൾക്ക് 2 ലൂപ്പ് കൊടുത്തിട്ട് എഴുതാം, 1 ലൂപ്പ് കൊടുത്തിട്ടും ഒക്കെ എഴുതാം. ഐ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഞാൻ വെറുതെ ഒരു ലൂപ്പിൽ ഇങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് വീണ്ടും വീണ്ടും അത് എക്സിക്യൂട്ട് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്തായാലും 3 കോളംസേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് 3 അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് പ്രിൻ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് റോസ് എത്രയാണ്? നമുക്കറിയാം ഇതിനകത്ത് കെ -1 വാല്യൂസ് ആണുള്ളത്. ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷനിൽ നമ്മൾ കെ -1 വാല്യൂസ് ആണ് വെച്ചത്. കാരണം അറേയിൽ കെ -1 നോൺ സീറോ വാല്യൂസ് ആണുള്ളത്. അപ്പോൾ കെ -1 വാല്യൂസ് ആണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എത്ര റോ ഉണ്ടാവും? കെ റോ ഉണ്ടാവും. കെ -1 പ്ലസ് 1 റോ ഫോർ റോ നമ്പർ, കോളം നമ്പർ ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂസ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കെ റോസ് ആണുള്ളത്. അപ്പോൾ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ കെ, ഐ പ്ലസ് പ്ലസ്. ഇനി ഇതിനകത്ത് ഞാൻ വേറെ ജെ ലൂപ്പ് കൊടുക്കാണ്ട് 3 വാല്യൂസും കൂടെ ഒരു ഒറ്റ ലൈനിൽ തന്നെ അങ്ങോട്ട് പ്രിൻ്റ് ചെയ്യാണ്. ബി ഒ 00 /t, ബി ഒ 01 /t, ബി ഒ 02 /n. ആ ഒരു രീതിയിൽ പോവാണ്. അപ്പം നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് പ്രിൻ്റ് ചെയ്യേണ്ടത് ബി ഓഫ് I0, ബി ഓഫ് I1, ബി ഓഫ് I2. മെയിൻ ക്ലോസ് ചെയ്യാം. ഇത്രയും പ്രോഗ്രാമിനകത്ത് ചെയ്യാനുള്ളൂ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ലൂപ്പും കൂടെ എഴുതാം. ജെ എന്ന് പറഞ്ഞിട്ട് ഫോർ ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ 3, ജെ പ്ലസ് പ്ലസ് കൊടുക്കുക. എന്നിട്ട് ബി ഓഫ് IJ എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ ഒന്ന് മാത്രം പ്രിൻ്റ് എഫിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു പ്രിൻ്റ് എഫിൽ ഒരു നമ്പർ പ്രിൻ്റ് ചെയ്യാനുണ്ടാവും. അത് കഴിഞ്ഞ് ഒരു ലൂപ്പിന് പുറത്ത് വന്ന് /n ഒക്കെ പ്രിൻ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഇതെല്ലാം കൂടെ ഒരൊറ്റ പ്രിൻ്റ് എഫിൽ കൊടുത്തു എന്ന് മാത്രം. അപ്പം അത്രയേ ഉള്ളൂ ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷൻ പറയാം.